നമസ്കാരം. ബ്രാഹ്മമുഹൂർത്തം അഥവാ രാത്രിയുടെ അവസാന കാൽഭാഗമാകുന്നു. ഈ സമയം ബ്രഹ്മാവ് ഉണർന്നിരിക്കുന്ന സമയമാണ്. അതിനാൽ സരസ്വതി ദേവിയും ഉണർന്നിരിക്കുന്ന സമയം. രാവിലെ ഏകദേശം, അതായത് വെളുപ്പിന് ഏകദേശം 3:30 മുതൽ 5:30 വരെയാണ് ഈ സമയം. സാധാരണ വ്യക്തികൾ വെളുപ്പിന് 4:15 മുതൽ 5:30 വരെയുള്ള സമയം ഉണർന്നാൽ മതിയാകുന്നതാണ്. എന്നാൽ പൂജകൾ ചെയ്യുന്നവരാണ് എങ്കിൽ 3 മണിക്ക് തന്നെ ഉണരുവാൻ ശ്രദ്ധിക്കണം. ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതായ സമയം സൂര്യോദയത്തിന് മുൻപുള്ള അതിവിശേഷമാർന്ന ഈ സമയം. അതിനാൽ തന്നെ ഉണർന്നാൽ ചില പ്രത്യേകതകൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഇനി മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പ്രപഞ്ചവും അതേപോലെ തന്നെ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരു ടൈമിംഗ് ഉണ്ട്. ഈ ടൈമിംഗ് ഒരേപോലെ വരുമ്പോഴാണ് അറിയാതെ നാം ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത്. ഈശ്വരാധീനം അഥവാ ദൈവിക ശക്തികൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് അറിയാതെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഒരു വ്യക്തി ഉണരുന്നത്. ഇത് അലാറം വച്ച് ഉണരുന്നത് പോലെയല്ല, മറിച്ച് എത്ര തന്നെ വൈകി കിടന്നാലും വെളുപ്പിന് 3 മണി മുതൽ 4 മണി വരെയുള്ള ഈ സമയം ആരെങ്കിലും വിളിച്ചില്ല എങ്കിൽ പോലും ആരോ വിളിക്കുന്നത് പോലെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നതാണ്. ഇവർ അസാധാരണ വ്യക്തികൾ തന്നെയാകുന്നു. ദൈവിക ശക്തികളുടെ കരസ്പർശമുള്ള വ്യക്തികൾ എന്ന് തന്നെ പറയാം. ഇനി ഏതെല്ലാം കാരണത്താൽ ഈ സമയം ഉണരാം എന്ന് തന്നെ മനസ്സിലാക്കാം. മനസ്സിൽ ചോദ്യങ്ങൾ ഉണർന്നാലേ ജീവിതത്തിൽ കൂടുതൽ വ്യക്തവും ഉയർച്ചയും ഉണ്ടാകൂ. ഒരു യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ അനവധിയാണ്. ഇത്തരത്തിലാണ് പറയുക. അത് സത്യം തന്നെയാകുന്നു. ജീവിതത്തിൽ നാം ഏവരും മരിക്കുന്നത് വരെ ഒരു വിദ്യാർത്ഥി തന്നെയാണ്. നിത്യവും അനേകം കാര്യങ്ങൾ നാം പഠിക്കുന്നു. അത് മരിക്കുമ്പോൾ അവസാന ശ്വാസം എടുക്കുന്നത് വരെ തുടരുകയും ചെയ്യും. ഒരു വ്യക്തിയെ അനേകം ചോദ്യങ്ങൾ, അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അനേകം ചോദ്യങ്ങൾ കടന്നു വരുന്നതായ അവസരത്തിൽ തീർച്ചയായും അവർക്ക് ഒരു കാര്യം സംഭവിക്കും. മനസ്സ് അസ്വസ്ഥമായി തീരും. ഇത്തരത്തിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴും തനിയെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതാണ്. ഭഗവത്ഗീത എന്ന അത്ഭുതകരമായ ഗ്രന്ഥത്തിൽ നിന്നും ലഭിക്കാത്ത ഉത്തരങ്ങളില്ല. ഭഗവാൻ നമ്മോട് നേരിട്ട് ഉത്തരം നൽകുന്ന പുണ്യഗ്രന്ഥം. ഇതേപോലെ ദേവതകൾ നേരിട്ട് നമ്മളോട് ഉത്തരം നൽകുന്ന ഒരു സമയം. മനസ്സ് അസ്വസ്ഥമാകുന്ന അവസരത്തിൽ ദേവതകൾ, അത് നിങ്ങളുടെ ഇഷ്ട ദേവതകൾ തന്നെയാകാം, നിങ്ങളോട് നേരിട്ട് തന്നെ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരു ദിവ്യ സമയം കൂടിയാണ് ഇത്. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാകുന്ന പല കാര്യങ്ങൾക്കും ഈ സമയം നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാകുന്നു. ഈ സമയം അതിനാൽ ഉണർന്നാൽ അല്പസമയം ഇരുന്ന് ധ്യാനിക്കുന്നതിലൂടെ ജീവിതത്തിലെ പല സുപ്രധാന തീരുമാനങ്ങൾക്കും ഈശ്വരാധീനത്താൽ ആ വ്യക്തിക്ക് മറികടക്കുവാൻ, അല്ലെങ്കിൽ ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കുവാനും ജീവിതത്തിലേക്ക് ഈശ്വരാധീനം കൊണ്ടുവരുവാനും വർദ്ധിപ്പിക്കുവാനും ആ വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യും. അതിനാൽ ഈ സമയം പ്രത്യേകം ഓർത്തിരിക്കുക. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒന്നും തന്നെ യാദൃശ്ചികമല്ല. എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരു കാരണത്താലാകുന്നു. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. ഇത് തന്നെയാണ് സ്വപ്നശാസ്ത്രത്തിലും പരാമർശിക്കുന്നത്. എന്നാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ കാണുന്നതായ സ്വപ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ ഇഷ്ടദേവതകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതകൾ വരാൻ പോകുന്ന കാലത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ച് മുൻകൂട്ടി നിങ്ങൾക്ക് സൂചന നൽകുന്നതാണ്. അതിനാൽ തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ അത് കാണുന്നതായ ഏതൊരു സ്വപ്നത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ മുൻകൂട്ടി നൽകുന്ന സൂചനയാണ് സ്വപ്നങ്ങൾ. അതിനാൽ ഈ സ്വപ്നങ്ങളെ ഒരിക്കലും നിങ്ങൾ നിസ്സാരമായി കണക്കാക്കുവാൻ പാടുള്ളതല്ല. അതിൻ്റെതായ പ്രാധാന്യം ആ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ നൽകുക തന്നെ വേണം.
കുണ്ടലിനി ശക്തി. നമ്മളിലെ കുണ്ടലിനി ശക്തി അഥവാ ഊർജം ചിലർക്ക് ഈ സമയം ശിരസ് വരെ ഉയരുന്നതാണ്. ഇതിനാൽ ഇവർക്ക് അറിയാതെ തന്നെ ഉണരുവാൻ സാധിക്കുന്നതാണ്. ഇവർ അറിയാതെ തന്നെ ഉണർന്നു പോകും എന്നതാണ് വാസ്തവം. തൃക്കണ്ണ് തുറക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക. തൃക്കണ്ണ് തുറക്കുക എന്നാൽ കുണ്ടലിനി ഉയരുന്നതിന്റെ ഭാഗം മാത്രമാണ്. അതിനാൽ തന്നെ ഈ സമയം ഉണർന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം അല്പസമയം ഇരുന്ന് ധ്യാനിക്കുക എന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ മുൻപ് പരാമർശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എത്ര തന്നെ പ്രയാസമേറിയ കാര്യങ്ങളാണ്, മറികടക്കുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപിൽ ഉള്ളത് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് എത്ര വലിയ പ്രശ്നമാണ് എങ്കിൽ പോലും. അതിനാൽ തീർച്ചയായും ഈ സമയം ഉണരുകയാണ് എങ്കിൽ അത് ധ്യാനിക്കുന്നത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ ശുഭകരമായി തന്നെ ബാധിക്കുന്ന കാര്യമാകുന്നു. വിദ്യാർത്ഥികൾ പഠിക്കുക എന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ്, അല്ലെങ്കിൽ അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ഉണരുമ്പോൾ നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ അഥവാ ഉണർന്ന് അത് നാം മനഃപൂർവ്വം ഉണർന്ന് പഠിക്കുകയാണ് എങ്കിൽ പോലും അത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമേറിയ ചില ഭാഗങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. എന്നാൽ അതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ, ഗൃഹസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും എഴുന്നേറ്റ് പഠിക്കുന്നത് ശുഭകരമാണ്. കലയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഈ സമയം ഉണരുന്നതും കല അഭ്യസിക്കുന്നതും അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയുമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും. കലയിൽ ഇവർക്ക് ഉയർച്ചയാണ് വന്നു ചേരുക. കൂടാതെ പെട്ടെന്ന് ഗൃഹസ്ഥമാക്കുവാനും ഈശ്വരകടാക്ഷം, ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാനും സഹായകരമാണ് ഈ സമയം. അതിനാൽ ഈ സമയത്തിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഈ സമയം യോഗ ചെയ്യുന്നത് ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ്, അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ഈ സമയത്ത് യോഗ ചെയ്യുന്നത് ശുഭകരമായി തന്നെ മാറും. ആരോഗ്യപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം അത്യപൂർവം ആയതിനാൽ തന്നെ ഉണരുന്നത് ശുഭകരമായ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം ഇത്തരത്തിൽ നിങ്ങൾ ഉണരുകയാണ് എങ്കിൽ, അത് അടുപ്പിച്ച് ഉണരുകയാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. 21 ദിവസം അടുപ്പിച്ച് ഇപ്രകാരം നിങ്ങൾ ഉണരുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലുള്ള മനസ്സിന്റെ ശക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയൊരു ഉയർച്ച, പുതിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും സഹായകരമായി തീരും. 21 ദിവസം അടുപ്പിച്ച് ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് ധ്യാനിക്കുന്നതും അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തുക 21 ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്.